ഹലോ ഫ്രണ്ട്സ്, എൻട്രൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ SEO പറ്റിയാണ്. അപ്പം ഒരു 2 വർഷമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം SEO ഡെഡ് ആയോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് അത് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവും, വലിയ കമ്പനീസ് ഇപ്പോൾ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലുള്ള കമ്പനീസ്, ഈവൻ നൈക്കി, ആപ്പിൾ, ഇവരെല്ലാം തന്നെ SEO ചെയ്യുന്നുണ്ട്. ഈവൻ ഗൂഗിൾ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് അവരെ SEO എഞ്ചിനീയേഴ്സിനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പറയുന്നത് SEO ഡെഡ് ആയിട്ടില്ല, പകരം SEO ഇവോൾവ് ചെയ്തിരിക്കുകയാണ്. ഇവോൾവ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 15 വർഷം കൊണ്ട് അതിൻ്റെ ഫേസ് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഇനിഷ്യൽ ഫേസിൽ നമുക്കറിയാം SEO എങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന്. ഈ SEO തുടങ്ങിയ സമയത്ത് ഗൂഗിളിൽ റാങ്ക് ചെയ്യാൻ വേണ്ടി പല ബിസിനസ്സും ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ കണ്ടന്റ് ഇടുക, കൂടുതൽ കീവേഡ്സ് സ്റ്റഫ് ചെയ്യുക, മാക്സിമം കീവേഡ്സ് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ആഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അന്ന് ബിസിനസ് ചെയ്തിരുന്നത്. പക്ഷേ അതിനുശേഷം ഗൂഗിൾ പല അപ്ഡേറ്റ്സ് കൊണ്ടുവന്നു. ഇപ്പോൾ നമുക്കറിയാം, റീസെൻ്റായിട്ട് ഗൂഗിൾ കൊണ്ടുവന്നത് പിന്നെ മൊബൈൽ ഫ്രണ്ട്ലി വെബ്സൈറ്റ്, കോർ വെബ് വൈറ്റൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ട്രസ്റ്റ് വർത്തിനെസ്, അതായത് WEAT എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതോറിറ്റി, ട്രസ്റ്റ് വർത്തിനെസ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഗൂഗിൾ ഓരോ അതിൻ്റെ ഫേസിലും ഓരോ അൽഗോരിതം അപ്ഡേറ്റിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള വെബ്സൈറ്റിനെ മാത്രമേ ഗൂഗിൾ റാങ്ക് ചെയ്യുള്ളൂ. അപ്പോൾ SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാളൊരു കീവേഡ് സെർച്ച് ചെയ്യുക, അതായത് ബെസ്റ്റ് റിസോർട്ട്സ് ഇൻ കേരള എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതൊരു ടോപ്പിലൊരു 3 പെയ്ഡ് റിസൾട്ട് കാണും. പിന്നെ അത് കഴിഞ്ഞിപ്പം അറിയാം, AI വന്നുകൊണ്ട് AI ആൻസേഴ്സ് കാണും, അല്ലെ ലോക്കൽ റിസൾട്ട്സ് കാണും. പിന്നെ അതിൻ്റെ ഇടയിൽ എന്നല്ല, ആ ഒരു പേജിൽ 10 റിസൾട്ട്സ് ഉണ്ടാവും. അത് ഓർഗാനിക് എന്ന് പറയും. അപ്പോൾ SEO ശരിക്കും ഓർഗാനിക് വേയിൽ ബിസിനസ്സിനെ റാങ്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തഡോളജിയാണ് ശരിക്കും SEO എന്ന് പറഞ്ഞാൽ, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതൊരു 200 സിഗ്നൽസ് ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 200 സിഗ്നലിൽ പല സിഗ്നൽസും അവർ റാങ്ക് ചെയ്യും. 200 സിഗ്നൽസിൽ ഏറ്റവും നല്ല രീതിയിൽ പല സിഗ്നൽസിലും റാങ്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് അവർ ടോപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം, ചില ന്യൂസ് സൈറ്റുകൾ, നമ്മൾ അറിയാം, ന്യൂസ് സൈറ്റുകളിൻ്റെ കണ്ടൻസുകൾ. അപ്പോൾ അത് ഗൂഗിൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവരുടെ ഡൊമൈൻ ഏജ്, ഇത്ര വർഷമായിട്ട് അവർ ഈ ഡൊമൈനിലുണ്ട്, അല്ലെങ്കിൽ ആ ഡൊമൈൻ എക്സിസ്റ്റ് ആണ്, അവർ ആ കണ്ടന്റിനെ പറ്റിയാണ് റൈറ്റ് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ കണ്ടന്റ്. ഇപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോർബ്സ്, അപ്പോൾ അത് ടോപ്പിൽ വരും. അപ്പോൾ അതിൻ്റെ ഒരു അതോറിറ്റി, അതായത് ഇത്ര വർഷമായിട്ട് അത് ബിസിനസ്സിലുണ്ട്, അതിനെ ഒരു പർട്ടിക്കുലർ കണ്ടന്റിനെ പറ്റിയാണ് റൈറ്റ് ചെയ്യുന്നത്. പിന്നെ അവിടെ റൈറ്റ് ചെയ്യുന്നത് അതോറിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സിഗ്നൽസ്, അതായത് വെബ്സൈറ്റിൻ്റെ സ്പീഡ്, എത്രത്തോളം ആൾക്കാർ അതിൽ കയറി എൻഗേജ് ചെയ്യുന്നുണ്ട്, യൂസർ ഫ്രണ്ട്ലിനെസ്, മൊബൈൽ ഫ്രണ്ട്ലിനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് അത് ഓരോ സിഗ്നലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഗൂഗിൾ ഒരു വെബ്സൈറ്റിനെ റാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, SEO കുറച്ചുകൂടെ മാറിയിട്ടുണ്ട്, അതായത് ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ അതായത് ChatGPT, ഗൂഗിൾ ജെമിനി, കോപൈലറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം സെർച്ച് കുറച്ചുകൂടെ മാറിയിട്ടുണ്ട്. ഈവൻ മെറ്റയിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അതായത് ഗൂഗിൾ നേരത്തെ ആൻസർ ചെയ്യുന്നതിന് പകരം, നേരത്തെ ഒരു കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ വെബ്സൈറ്റ് റിസൾട്ട് കാണിക്കുന്നതിന് പകരം ഇപ്പം AIയുടെ റിസൾട്ടാണ് കാണിക്കുന്നത്. അപ്പം ആ ഒരു സെർച്ചിൻ്റെ ഫേസിന് മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു SEO ആൻഡ് GEO അതിൻ്റെ ഡിഫറൻസ് വേണമെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ SEO ഡെഡായോ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ഗ്രൂപ്പിനോട് എൻ്റെ ഒരു അഭിപ്രായം, അത് ഡെഡായിട്ടില്ല, അത് ഇവോൾവ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഇപ്പം SEO ചെയ്തൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സൈറ്റിനെ ടോപ്പിലെത്തിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് നല്ല എഫേർട്ട് എടുത്താലേ അത് പറ്റുള്ളൂ. അപ്പോൾ
ഇപ്പം ചില ബിസിനസ് ചോദിക്കും, നിങ്ങൾ SEO ചെയ്ത് എത്ര നാൾ കൊണ്ട് ഞങ്ങളുടെ സൈറ്റ് ടോപ്പിലെത്തിക്കും. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഉറപ്പ് ഒരു ബിസിനസ്സിനും കൊടുക്കാൻ പറ്റില്ല. കാര്യം ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു സെനാരിയോ ആണ്. ഇപ്പം അത് ഇപ്പോൾ ഒരു ദിവസം ടോപ്പിൽ വന്നെന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഓതൻറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്ത് അതോറിറ്റി വെച്ച് എക്സ്പെർട്ടൈസ് വെച്ച് കാര്യങ്ങൾ ചെയ്ത് SEO ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇപ്പം സൈറ്റ് ടോപ്പിലേക്ക് വരുള്ളൂ. അപ്പം ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഞാൻ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ചില ടെക്നിക്കൽ ടേംസ് പറഞ്ഞു, അതെല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അത് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഞാനത് ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഓൾ.